എൻ്റെ പേര് അജിത. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കോവളം ഫെറോനയിൽ പാലപ്പൂർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2024 ഫെബ്രുവരി 26 തീയതിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല, വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഉടമ്പടി എടുത്തത് 17/8/2024 ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നപ്പോൾ ഇവിടെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്കിതുപോലെ ഒരു സാക്ഷ്യം പറയാൻ സാധിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പരിശുദ്ധ അമ്മ അതിന് എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ ആദ്യത്തെ നിയോഗം, എൻ്റെ സഹോദരൻ്റെ മകൻ 13 വയസ്സായ മകൻ നഷ്ടപ്പെട്ട് ആ മകൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. ആ കുടുംബത്തിന് ഒത്തിരി കടബാധ്യതയുണ്ട്. വീട് ജപ്തി ഭീഷണിയിലായിരുന്നു. 5 ലക്ഷം രൂപ അവർ ലോൺ എടുത്തതാണ്. അത് 15 ലക്ഷം രൂപയോളമായി. ആ സമയത്താണ് മകൻ നഷ്ടപ്പെടുന്നതും സഹോദരൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്നതും. അവർക്ക് പിന്നീട് ആ ലോൺ ക്ലോസ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. അപ്പോൾ അവർക്ക് അപ്പോൾ അവർ പറഞ്ഞത് മുഴുവൻ രൂപയും അടയ്ക്കണം, അല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് അവർ എല്ലാവരും കൂടെ ഇടപെട്ട് ആ ഒരു ദിവസം 5 ലക്ഷം രൂപ അടച്ച് കുറച്ച് പലിശയും അടച്ചാൽ പ്രമാണം തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇവിടെ ഡെയിലി ബ്രെഡ് ഇവിടെ ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഒത്തിരി കഷ്ടപ്പെട്ട് ആ പൈസ അടയ്ക്കുകയും അന്ന് പ്രമാണം ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഉൾപ്പെടുത്തി ആ കുടുംബത്തിന് ഒരു ഭവനം നിർമ്മിക്കുകയും ചെയ്തു. രണ്ടാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒത്തിരി 2.5 വർഷം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, എങ്കിലും നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്തു. അതിലും കുഴപ്പമില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കി. ആ മാസം തന്നെ മോൾ കൺസീവ് ആവുകയും 2024 ഫെബ്രുവരി 4 തീയതി സിസേറിയൻ 2025 ഫെബ്രുവരി 4 തീയതി സിസേറിയനിലൂടെ മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. എൻ്റെ നിയോഗം ഇതായിരുന്നു, എൻ്റെ എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. പിന്നീട് എൻ്റെ സഹോദരൻ്റെ മകൻ മരിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഒരു മകൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നല്ല ദൈവവിശ്വാസവും ദൈവാനുഗ്രഹവും ദീർഘായുസ്സുമുള്ള ഒരാൺകുഞ്ഞിനെ തന്ന് അമ്മ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചു. അതുപോലെ ഞങ്ങൾക്കൊരാൺകുഞ്ഞിനെ ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് അതുല്യ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷം പോകുന്നു. 5.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 2.5 വർഷമായിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങി. പല ഹോസ്പിറ്റലിൽ പോയി പല ഡോക്ടർമാരെ കണ്ടു. എന്നിട്ടും ഒരു രക്ഷയില്ല. എല്ലാവരും പറയുന്നത് ദൈവത്തെ വിളിക്കുക, ദൈവം മാത്രം വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എന്നും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഒരിടവും പോകാൻ വയ്യ, ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ സങ്കടം കണ്ട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എന്നും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉദരത്തിൽ ഉദരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുവഴി ഞാൻ കൺസീവ് ആവുകയും 2025 ഫെബ്രുവരി 4 ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഗ്രൂപ്പുണ്ട്. എല്ലാ മാസവും അനാഥാലയത്തിൽ ഭക്ഷണം എത്തിക്കും. അത് പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും അർഹതപ്പെട്ട സഹായം ആവശ്യമാണെന്ന് കാണുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം, അക്രൈസ്തവ മേഖലയിലും ജോലിസ്ഥലത്തും എല്ലാം ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കൂടും, അത് ഷെയർ ചെയ്യും. ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടുകയും ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 107:13. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അജിതകുമാരി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ 2 വലിയ നിയോഗങ്ങളെയാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ഒന്ന്, സ്ട്രോക്ക് വന്ന് കിടപ്പിലായ സഹോദരൻ്റെ കുടുംബത്തിൻ്റെ വലിയ കടബാധ്യത, ഒരു ഭവനമില്ലാത്ത ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ഈ 2 നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അതിന് അമ്മയുടെ ഇടപെടലും പരിഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരി സൂചിപ്പിച്ചു, അച്ഛൻ്റെ ഉടമ്പടി ആരാധന കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവസം തന്നെ ആ കടബാധ്യതകൾ മുഴുവനും മാറും വിധം കാര്യങ്ങളെല്ലാം അമ്മ ക്രമീകരിച്ചു കൊടുത്തു. ഒരു ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്നും സഹോദരൻ്റെ കുടുംബത്തിന് സമയ ചുരുക്കത്തിൽ ഒരു സുസ്ഥിരമായ ഒരു ഭദ്രതയുള്ള ഒരു ഭവനം
നിർമ്മിച്ച് എടുക്കുവാനും ചുരുങ്ങിയ നാളുകൊണ്ട് അമ്മ സഹായിച്ചുവെന്ന്. ഈ രണ്ട് കാര്യവും അസാധ്യമെന്ന് കരുതി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതി ക്ലേശിച്ചിരുന്ന കാലത്ത് ഉടമ്പടിയിലൂടെ, ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ കുടുംബം എങ്ങനെ സംരക്ഷിക്കപ്പെട്ടുവെന്ന്, കണ്ണീരെങ്ങനെ തുടയ്ക്കപ്പെട്ടുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന് മോളുടെ സ്വന്തം കാര്യമാണ് സൂചിപ്പിച്ചത്. മോൾ തന്നെ വാക്കുകളിലൂടെ പങ്കുവെച്ചു. വിവാഹശേഷം 5.5 വർഷം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചു. 2.5 വർഷത്തോളം 3 വർഷത്തോളം തുടർച്ചയായ ചികിത്സയ്ക്ക് വേണ്ടി പോയി. ഒരു പ്രയോജനവുമില്ലാതെ എല്ലാം നിരാശയിലായി ഭവനത്തിന് മടങ്ങിയെത്തി. സങ്കടവും നിലവിളിയും വഴക്കും മാത്രമായി ജീവിതമാകെ തകർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നതും അമ്മയെ പറഞ്ഞുവിട്ട ഉടമ്പടി എടുപ്പിച്ച് നേർച്ച വസ്തുക്കൾ മകളുടെ ഉദരത്തിൽ പൂശി പ്രാർത്ഥിച്ചു തുടങ്ങുന്നതും. മകൾ പറയുന്നുണ്ട്, ഉദരത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോടൊപ്പം ചേർന്നിരുന്ന ഉടമ്പടി ധ്യാനത്തിലും അമ്മയുടെ അനുദിന പ്രാർത്ഥനയിലും ഞാൻ പങ്കുചേരുമായിരുന്നു. അങ്ങനെ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കെ അമ്മ മാതാവിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ ദൈന്യതയും എൻ്റെ കുറവുകളും മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ അമ്മ ഉരുവാക്കി തന്നു. ആരോഗ്യത്തോടു കൂടി ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് പിറവി കൊടുക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മരുന്നിന് അസാധ്യമായത്, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞത്, ജീവിതം തന്നെ പ്രതീക്ഷ കൈവിട്ടുപോയത് അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ ജീവിതം ക്രമീകരിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അപമാനം നീക്കി കണ്ണീര് തുടച്ച് കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും നൽകിക്കൊണ്ട് ഒരു മകനെ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നാം ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണീരോടെ അവിടുത്തെ സന്നിധിയിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ മേൽ കരുണയാവുകയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സദാ സന്നദ്ധനായി കൂടെ വരികയും ചെയ്യും. ഒന്നു മാത്രം, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് തയ്യാറുണ്ടാവണം. അതാണ് യോഹന്നാൻ 2:5 നമ്മൾ ഉടമ്പടിയിൽ എപ്പോഴും നമ്മോട് ആപ്തവാക്യം പോലെ ആവർത്തിച്ച് പറയുക, അവൻ പറയുന്നത് പോലെ ചെയ്യണം. ഈശോ എന്ത് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കുവാൻ, അതുപോലെ പെരുമാറുവാൻ, അതുപോലെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ സമയച്ചുരുക്കം മാതാവ് അനുഗ്രഹത്തിൻ്റെ നിരന്തരമായ അനുഭവങ്ങൾ മകനിലൂടെ വർഷിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ നല്ല സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.